ബിരിയാണി ലവേഴ്സ് ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും പോരെ, ഞാൻ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ റൈസാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് കൊടുക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിൽ നെയ്യ് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എത്ര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ട് 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഈ ഒരു സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം അരിയൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള റൈസാണിത്. അപ്പോൾ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ബിരിയാണി ഒന്നുകൂടി കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ് കടലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പം നമ്മുടെ അരി ഏകദേശമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ കണ്ണും കൈയും മനസ്സൊന്നും ഇവിടെ നിന്ന് മാറാനായിട്ട് പാടില്ല. കാരണം അരിയുടെ വെവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതും അതുപോലെ തന്നെ ഉപ്പും കാര്യങ്ങളും കറക്റ്റ് ആണോ നോക്കണതും അരിയുടെ വെവ് കറക്റ്റ് ആണോ എന്നൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അടിയെ പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 95% അരി കുക്കായി കഴിയുമ്പോൾ നമ്മളതങ്ങോട്ട് മാറ്റി വെച്ചു. അതിനുശേഷം ഇനി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ 3 സവോള ചെറുതാക്കിയിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നല്ല രീതിയിൽ ഒന്ന് ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കണം. ചതച്ച് വെച്ചിട്ടുള്ള മുളകാണ്. ഒരു 5-6 മുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. അതിന് തൊട്ടടുത്തേക്കായിട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പൊറ്റ വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതും കൂടി നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചസ്മെല്ലും കാര്യങ്ങളൊക്കെ പോകണം. അതിനുശേഷം നമ്മൾ 1.5 തക്കാളി ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി വഴറ്റിയെടുക്കണം. അതും നല്ല രീതിയിലൊന്ന് വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ തൽക്കാലം വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അതല്ലാതെ തന്നെ ഈ ഒരു ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ മസാല ഒന്ന് സെറ്റായി വന്നപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 2.5 കിലോ ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നന്നായിട്ട് മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം വെള്ളമൊക്കെ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. ഇതിനിടയിൽ നമുക്ക് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചിക്കനിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി വന്ന് ചിക്കനൊക്കെ ഒരു പകുതി വെമ്പായി കഴിയുമ്പോൾ നമുക്കിത് തുറന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആക്കിയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഒട്ടും ചാറില്ലാതെ. അപ്പോൾ അതുവരെ ഈ ചിക്കൻ ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യാനുസരണം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കണം. മല്ലി ഇലയുടെയും പുതിന ഇലയുടെയും ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കറിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പിടി തന്നെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മുൻപന്തിയിൽ നിൽക്കുക. അപ്പോൾ ആ ഒരു ബിരിയാണിക്ക് പ്രത്യേക രുചിയും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് സ്ലോലി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ സെറ്റായിട്ട് വരും. ഇനി നമുക്ക് ദമ്മിടാനായിട്ടുള്ള പരിപാടികളാണ് നോക്കാനായിട്ടുള്ളത്. ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കട്ടയായിട്ടുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ മുകളിലും താഴത്തൊക്കെ ആയിട്ട് കണൽ വെക്കുമ്പോൾ ഇത് ഉരുകി സെറ്റായിട്ട് വന്നോളും. ഇനി നമ്മൾ കുക്ക് ചെയ്തിട്ട് ഒരു 95% വെവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 2-3 കയ്യിലിങ്ങനെ അടിഭാഗം ഒന്ന് പരന്ന് കിടക്കുന്ന രീതിയിലാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുക്ക് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ചിക്കൻ്റെയും റൈസിൻ്റെ ഒക്കെ ഫ്ലേവർ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ബിരിയാണിയിൽ കിട്ടുകയുള്ളൂ. നല്ല അടിപൊളി കിണ്ണം കാച്ചി ബിരിയാണിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ബിരിയാണിയും റൈസ് സെപ്പറേറ്റ്, ചിക്കൻ സെപ്പറേറ്റ് അങ്ങനെ കഴിക്കുന്നതിനേക്കാൾ വളരെയധികം ടേസ്റ്റിയാണ് ഇങ്ങനെ എല്ലാം മിക്സായിട്ട് കഴിക്കുമ്പോൾ കിട്ടുക. എല്ലാത്തിൻ്റെയും രുചി ഒരുപോലെ നമുക്ക് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ലെയർ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ
രണ്ടാമത്തെ ലെയറിൽ വീണ്ടും റൈസ് ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ബിരിയാണിയിലേക്ക് ഒരു 2 സവോളയും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ലെയർ ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി ഒന്ന് നിരപ്പാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും സവോളയൊക്കെ വറുത്ത് വെച്ചിട്ടുള്ളതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ അവസാനം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ലെയറും കൂടി റൈസ് ഇടുന്നുണ്ട്. റൈസ് ഇട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവോളയും ചേർത്ത് കൊടുത്ത് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് മുകളിലും താഴെയൊക്കെ ദമ്മിട്ടിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് കനലുള്ള അടുപ്പിലാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ കനലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെക്കാം. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തീ വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അടുപ്പിലൊക്കെയാണ് വെക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കനൽ അടിയിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു അടപ്പ് ഉള്ളിലേക്ക് എയർ കടക്കാത്ത രീതിയിൽ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരി ഇട്ട് കൊടുക്കാം. അതായത് ഇതുപോലെ കനലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്ത് ഒന്ന് നമുക്കൊരു അരമണിക്കൂറോളം ദം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കിഡിലനായിട്ടുള്ള ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് ബിരിയാണിയിൽ ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ പറ്റാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ബിരിയാണി ഒരു സൺഡേ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കഴിക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ടോ വ്ളോഗായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.